ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ മാലാഖമാരുടെ സംരക്ഷണത്തെ ധ്യാനിക്കാം. സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് നൽകിയിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു അദൃശ്യമായ അനുഗ്രഹമാണ് മാലാഖമാരുടെ സംരക്ഷണം. ഇന്ന് ആഗോള തിരുസഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നമ്മെ തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സംരക്ഷ കവചം സ്വർഗം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് കാവൽ മാലാഖമാരാണ്. ഭൂമിയിൽ ഒരു ശിശു ജനിക്കുമ്പോൾ സ്വർഗത്തിൽ ആ ശിശുവിന് വേണ്ടി ഒരു മാലാഖയും രൂപം കൊള്ളുന്നു. നമുക്കെല്ലാവർക്കും ദൈവം കൃപയുടെ സംരക്ഷണം നൽകിയിരിക്കുന്നു. 91-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ, അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതം സുരക്ഷിതമാകണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. മാലാഖമാരുടെ സാന്നിധ്യം വിശുദ്ധ ബൈബിളിൽ ഒത്തിരി ഇടങ്ങളിൽ നാം ധ്യാനിക്കുന്നുണ്ട്. സംരക്ഷിക്കുന്ന, വഴി നടത്തുന്ന, മാർഗദർശനം നൽകുന്ന, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ആശ്വാസമായി ഇടപെടുന്ന, ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശവാഹകരായി കൂടെ നടക്കുന്ന മാലാഖമാരുടെ ഇടപെടൽ. നമുക്കെല്ലാവർക്കും മാലാഖമാരുടെ ഈ സ്വർഗീയമായ സാന്നിധ്യത്തിൽ, സംരക്ഷണത്തിൽ കൂടുതൽ അർത്ഥവും അഭയവും കണ്ടെത്താം. കാരണം എന്തെന്നോ, ദൈവത്തിൻ്റെ ദൂതരാണവർ. ദൈവത്തിൻ്റെ പദ്ധതി ഭൂമിയിൽ നമ്മളിലൂടെ നിറവേറ്റുവാൻ ദൈവം അയച്ചിരിക്കുന്ന ഏറ്റവും വിശുദ്ധരായ ദൂതന്മാരാണവർ. അവർ അശരീരികളാണ് എങ്കിൽ പോലും അവിടെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും സംരക്ഷണമായി അനുഭവിച്ചറിയുന്നുണ്ട്. അവരെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിൽ പോലും പ്രത്യേകമാം വിധം അവരുടെ സംരക്ഷണത്തിൻ്റെ വലയം നമ്മൾ അനുഭവിക്കുന്നു. ഏത് തിന്മയിൽ വീണു പോകാത്ത വിധം മാലാഖമാരുടെ ദിവ്യമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നുമുണ്ട്. മാലാഖമാർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. നാം തിന്മ ചെയ്യുവാൻ, പാപം ചെയ്യുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ അരുതേ എന്ന മന്ത്രമോദി നമ്മെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ഈ കാവൽ മാലാഖമാരാണത്രേ. എത്ര വിസ്മയമായ ഒരു സ്വർഗീയ സംരക്ഷണമാണത്. ദൈവത്തിന് നമ്മളെല്ലാവരും നല്ലവരായി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു. ആകയാൽ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ബലമുള്ള സംരക്ഷകരാണ് മാലാഖമാർ. അവർ തിന്മയിൽ വീഴാതെ, പാപത്തിൽ വീഴാതെ നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. നാം നന്മ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിക്കുന്നു. നാം തിന്മ ചെയ്യുമ്പോൾ അവർ വല്ലാതെ നൊമ്പരപ്പെടുന്നുണ്ട്. നാം ദൈവത്തിന് മക്കളായി ജീവിക്കണമെന്ന് മാലാഖമാർ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ മാലാഖമാർക്കുള്ള വിശുദ്ധിയിൽ, നന്മയിൽ നിലനിൽക്കുവാൻ വേണ്ട ആത്മീയ കൃപാവരം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.